ഹരിയേട്ട ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. സിദ്ധു കൈ അനക്കി. അറിഞ്ഞു, രജനേച്ചി ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ദേവികയോട് അന്ന് ഐസിയുയിൽ വെച്ച് സംസാരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാ സിദ്ധുവിന്റെ ഈ തിരിച്ചുവരവ്. ഇങ്ങനെ റിയാക്ട് ചെയ്ത സ്ഥിതിക്ക് സിദ്ധു താമസിയാതെ തന്നെ സംസാരിക്കും അല്ലേടോ? ആ ഷുവർ. ഇനി അത് ഏത് നിമിഷവും ഉണ്ടാവും. സിദ്ധു കിടപ്പിലായതോടെ സ്വിച്ച് ഓഫ് ആയി പോയ പല കാര്യങ്ങൾക്കും സംസാരിച്ചു തുടങ്ങുന്നതോടെ ഒരു തീരുമാനം ഉണ്ടാവും അല്ലേ പ്രഭ? അതെ അതെ. ബലരാമൻ വിളിച്ചപ്പോ വിവാഹം ഉടനെ നടത്തണമെന്നാ പറഞ്ഞത്. അതങ്ങനെ ഉടനെ ഒന്നും നടത്താൻ പറ്റില്ല. അതെന്താ ഹരിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അങ്ങനെയല്ലേ? എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും സിദ്ധു ഇങ്ങനെ കിടക്കുമ്പോ അത് നടത്താൻ പറ്റില്ല. അത്രക്ക് എമർജൻസി ഒന്നും ഇക്കാര്യത്തിൽ ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ഇനി അത് വച്ചു നീട്ടാൻ പറ്റില്ല ഹരിയേട്ടാ. നന്ദന് വിവാഹത്തിനുള്ള സമയം കഴിയാറായി. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പ്രഭ. വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ അത് നടക്കേണ്ട സമയത്ത് തന്നെ നടന്നിരിക്കും. കല്യാണം കഴിക്കേണ്ടത് നന്ദനല്ലേ? എന്താണ് നിന്റെ അഭിപ്രായം? അച്ഛൻ പഴയ അവസ്ഥയിലാവാതെ ഞാൻ കല്യാണത്തിനൊന്നും തയ്യാറല്ല. നന്ദ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിത് എത്രയും പെട്ടെന്ന് നടത്തിയാലല്ലേ മുഖം രക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പിന്നിൽ ഇവനാണ് കുറ്റക്കാരൻ. കുറെ ക്രിമിനൽസ് ചേർന്ന് ക്രിയേറ്റ് ചെയ്തോ ഡ്രാമയ്ക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു എന്ന് വെച്ച് അത് അംഗീകരിക്കണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിന് നേർക്കുള്ള ഒരു അടിയായത്. അതിന് ധൈര്യം കാണിച്ചവരാരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യം അതിനൊരു നടപടി ഉണ്ടാക്കുക. അതിനെന്താ വേണ്ടതെന്ന് ഞാൻ പ്രഭയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. ജാനകി, ഇറങ്ങാം. പ്രഭ, വിളിക്കാം. ഹരിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. സിദ്ധു സംസാരിച്ചു തുടങ്ങുകയും ചെയ്താൽ എല്ലാം കൈവിട്ടു പോവും. ഇപ്പം നടന്നില്ലെങ്കിൽ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആരെ കാത്തിട്ട? ദേവിക എന്ത് പ്രതീക്ഷയാണോ ഇത്രയും കാലം ഇവിടെ നിന്നത്? ആ കാര്യം ഇനി നടക്കില്ല. നമ്മളൊക്കെ പാവപ്പെട്ടവരാ ദേവികെ. വലിയ വലിയ പണക്കാരുടെ വീട്ടിലെ രീതികളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവര് ചിരിക്കുന്നത് ദേഷ്യം കൊണ്ടാവും, കരയുന്നത് സന്തോഷം കൊണ്ടായിരിക്കും, സഹായിക്കുന്നത് ദ്രോഹിക്കാനാവും. ആ ഭാഷയൊന്നും നമുക്കറിയില്ല. ചന്ദ്രോത്ത് തറവാട്ടിൽ എല്ലാരും ആഗ്രഹിക്കുന്നത് നന്ദനും മീരയും തമ്മിലുള്ള കല്യാണമാണ്. അതവര് വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. ഇപ്പൊ അതുപോലെ തന്നെ ആയില്ലേ? നന്ദൻ മീരയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? നന്ദു അറിഞ്ഞുകൊണ്ട് അങ്ങനൊന്നും ചെയ്യില്ല മുരളേട്ട. നന്ദു ആ മീരയ്ക്കല്ലേ ബോധമില്ലാത്തത്? അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മരിച്ചു വീഴുമെന്ന് കണ്ടാലും ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. ഇതിപ്പോ അറിയേണ്ടവരെല്ലാം അറിഞ്ഞു. ഇനി എന്തൊക്കെ പറഞ്ഞാലും മീര നന്ദന്റെ പെണ്ണ. പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കത് കേൾക്കാനുള്ള ശക്തി പോലും ഇല്ല. ഇത് അവന് മനസ്സിലായോ? ഇല്ലല്ലോ. ഇത് അവനും കൂടി അറിഞ്ഞുകൊണ്ട് പ്രഭയാന്റി ഉണ്ടാക്കിയ ഒരു നാടകമാണ്. ചന്ദ്രോത്ത് തറവാട്ടിലെ പയ്യനെ പിടിച്ചു വെച്ച് താലി കെട്ടിക്കാനുള്ള ആംബിയർ ഒന്നും ആ എസ്റ്റേറ്റ് പരിസരത്തുള്ളവർക്കില്ല. ഇത്തരത്തിൽ കുടുംബത്തെ നാറ്റിച്ചവനെ പ്രഭയാന്റി ജീവനോടെ വച്ചേക്കുമെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? തിരിച്ചെന്തെങ്കിലും നടപടി പ്രഭയാന്റിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ല.
അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാൻ വയ്യേ. നിന്നെ ഒഴിവാക്കി മീരയുമായിട്ടുള്ള കല്യാണം നടത്തുക, അതിന് കൊള്ളാവുന്നൊരു പണിയായിരുന്നു ഇത്. അത് കൃത്യമായിട്ട് അങ്ങ് ഏറ്റു. അവനവന്റെ കാര്യം നോക്കി അങ്ങ് പോയി. നീ പുറത്ത്. നീ ചെന്ന് പ്രഭയാന്റിയോട് ഉള്ളതൊക്കെ പറയണം. ഇനി അതൊക്കെ ആന്റിയോട് പറഞ്ഞിട്ട് എന്തിനാ? ദേവിക, അത് രണ്ടാമത്തെ കാര്യമല്ലേ? പറയണം. എല്ലാരും അറിഞ്ഞിരിക്കണം. അവരോടൊക്കെ ഞാൻ എങ്ങനെയാ മുരളിയേട്ട ഇതൊക്കെ പറയുന്നത്? ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് നിനക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ഇനി അവന്റെ വായി നീ കാര്യം പുറത്തു വരുമെന്ന് ദേവിക കരുതണ്ട. അങ്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഇനി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവരുടെ കല്യാണം നടക്കും. അതിൽ നിന്ന് ഒഴിവാവാൻ നോക്കിയ ബലരാമൻ അങ്കിൾ അവനെ പൂട്ടും. ഇവിടെ ഇങ്ങനെ നിന്നാ നിനക്ക് കല്യാണം കൂടാം. അടിപൊളി സംഭവമായിരിക്കും. കല്യാണത്തിന് ഉടുക്കാൻ ഡ്രസ്സും വേണ്ട ആഭരണങ്ങളും ഒക്കെ ആവശ്യത്തിനങ്ങ് വാങ്ങിത്തരും. അതൊക്കെ ചുറ്റി നോക്കൂത്തിയെ പോലെ നിൽക്കാതെ നീ നിന്റെ കാര്യം പോയി നോക്ക്. മുരളിയേട്ടനും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ നിന്നെ നന്ദന്റെ പെണ്ണിന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാൻ എന്റെ ഉറുമിയെ കാണുന്നത്. അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ ഇങ്ങനെ ഇവിടെ കരഞ്ഞും വിളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. അവന് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട. എടി, നീ കളഞ്ഞിട്ട് പോയി അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാ നിന്റെ ലൈഫ് പോകാം. ഹലോ, എന്താ അവിടെ പ്രശ്നം? അത് ചോദിക്കാൻ താനാരാ? മുരളിയേട്ട, ഇതിവിടുത്തെ ഡോക്ടറാ. ആരായാലും എന്താ? ഇവിടെ ഇപ്പൊ ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടുപേര് നിന്ന് സംസാരിക്കുന്നിടത്ത് വന്ന് എന്താ ഏതാന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്കൊരു മര്യാദയില്ലേ? ഐ എം സോറി. മുരളിയേട്ട, ദേവിക, നിന്റെ കണ്ണീര് കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പറ്റിയ ഇന്ന് തന്നെ പോയി ആന്റിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. നടപടി ആവില്ല എന്നാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. ഇന്നത്തോടെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതിയാവും. ഇനി ഈ കണ്ണു നിറയാൻ ഇടവരില്ല. പിരിയരുത് ജീവനുള്ള കാലം വരെ. കഴിഞ്ഞതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. അനുഭവങ്ങളാ നമ്മുടെ ജീവിതത്തിന് കരുത്താവുന്നത്. ആരാ എന്തായെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ദേവികയോട് അയാൾ വളരെ റഫായിട്ടാ പെരുമാറിയത്. ഞാൻ ചെന്ന് കാര്യം തിരക്കിയപ്പോ എന്നോടും അങ്ങനെ തന്നെയാ സംസാരിച്ചത്. ഡോക്ടർക്ക് ദേവിയോട് ചോദിക്കായിരുന്നില്ലേ? അവിടെ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ഒരാൾ ഡോക്ടർ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. അതിനുള്ള അധികാരം ഡോക്ടർക്കുണ്ട്. ഒക്കെ ശരിയാ. ആ കുട്ടിയുടെ നിൽപ്പും കരച്ചിലും ഒക്കെ കണ്ടപ്പോ ആ പ്രശ്നത്തിൽ ഇടപെടണ്ട എന്ന് തോന്നി. അതാ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കാതിരുന്നത്. ആ കുട്ടിയുടെ കാമുകനോ ഭർത്താവോ ആണോ എന്നൊരു സംശയമുണ്ടായി. അതുകൊണ്ടാവാം ആ കുട്ടി അയാൾ പറയുന്നതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കുന്നത്. സത്യത്തിൽ അയാൾ ആരാ? ആളെ അറിയാമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള രംഗങ്ങളൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കണം.
ഇവിടുത്തെ രീതികളൊക്കെ അറിയാമല്ലോ. ചികിത്സയുടെ ആദ്യഘട്ടം രോഗിയുടെ മനസ്സ് ശാന്തമാക്കുക എന്നുള്ളതാ. സമാധാനത്തോടെ ഇരിക്കുന്ന ശരീരത്തിലെ മരുന്ന് ബലിക്കൂ. ഞാൻ പറയുന്നത് അല്ല, മനസ്സിലായി. ഐ എം സോറി ദാറ്റ് ഹാപ്പൻഡ്. ഞാൻ അന്വേഷിക്കാം. ഇനിമേലിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. നന്ദ, അവിടെ ആശുപത്രി ചെന്ന് ദേവികയോട് ആരോ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നോ, അത് കേട്ടവള് കരഞ്ഞുവെന്നൊക്കെ കേട്ടു. ആരാത്? അതെനിക്കെങ്ങനെ അറിയാം? ഞാനിവിടല്ലേ. നന്ദ, നീ എന്താ ആളെ കളിയാക്ക? നീ ഇവിടാണെന്ന് എനിക്കറിയില്ലേ? അവളോട് അവിടെ ചെന്ന് അങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യമുള്ള ആൾ ആരാവും? വല്ല ഐഡിയ ഉണ്ടോ? ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ നാണം കെട്ടുപോയി. അങ്ങനെ പലരും അവളെ കാണാൻ വരുന്നുണ്ടാവും. അതൊരാശുപത്രിയാ. അവൾ കഴിഞ്ഞാടാനുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അവളുടെ കുടുംബത്തിന്റെ ഒരു നിലവാരം വെച്ച് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. പക്ഷേ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലെ ഒരാളുടെ പേരില്ല. അത് മറക്കാൻ പാടില്ല. അമ്മ ഇന്ന് നിർത്തുന്നുണ്ടോ? ദേവിക അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണൊന്നും അല്ല. കുടുംബത്തിൽ സ്വത്തും പണമൊന്നും ഇല്ലാത്തവരെല്ലാം സ്വഭാവ ദൂഷ്യമുള്ളവരായിരിക്കും ധരിച്ചു വെക്കുന്നത്. 10 പൈസക്ക് വിവരമില്ലാത്ത തേർഡ് റേറ്റ് സ്വഭാവ. അമ്മ ആ കൂട്ടത്തിൽ പെടില്ലെന്നാ എന്റെ വിശ്വാസം. എന്റെ ബലമായ സംശയം പ്രഭാന്റെ വിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാ. എന്റെ ഭാര്യയായിട്ട് ചന്ദ്രോത്തേക്ക് ചെന്നപ്പോ ദേവികയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആന്റി തയ്യാറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ശത്രുവിനെ പോലെയല്ലേ പെരുമാറുന്നത്. ഇവളോട് ആന്റി അങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ അങ്കിൾ? കാര്യങ്ങൾ വ്യക്തമായിട്ട് ആന്റി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആന്റി ഒരിക്കൽ കെണിയ ഈ എസ്റ്റേറ്റ് സംഭവം. ഇങ്ങനെയല്ലാതെ നന്ദിനി വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ആന്റിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്താലും നന്ദൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലേ. ആന്റിയും ബലരാമൻ അങ്ങളും കൂടി ഒന്നിച്ച ഈ നാട്ടിൽ പിന്നെ എന്താ സംഭവിക്കാത്തത്? നമ്മുടെ കയ്യില് വിവാഹം നടന്നതിന്റെ തെളിവുണ്ടല്ലോ, അത് നിഷേധിക്കാൻ പറ്റുമോ? ദേവി അമ്പലത്തിലെ രജിസ്റ്ററിൽ പേരുണ്ടെന്ന് വെച്ച് അവരത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യത്തോടടുക്കുമ്പോ ചിലപ്പോ ആ രജിസ്റ്റർ ബുക്ക് തന്നെ കാണാതായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈശ്വര, ആകെയുള്ള പിടിവള്ളി അതാ. ഇനി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ സാക്ഷി പറഞ്ഞാലും നന്ദൻ ഈ കെണിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദു ഇഷ്ടപ്പെട്ട് താലി കെട്ടിയത് എന്നെയല്ലേ, അതില്ലെന്ന് പറയാൻ പറ്റുമോ? ദേവികയെ താലി കെട്ടിയ പോലെയാണോ ഇത്? ഇതിപ്പോ ലോകം മുഴുവൻ കണ്ട തെളിവ് കിടക്കല്ലേ. ഇനി എല്ലാരും മീരയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന കാര്യമല്ലേ. മുരളി, നീ ഇപ്പൊ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഇറങ്ങാം, പോയിട്ട് അങ്കിൾ. കുറച്ച് തിരക്കുണ്ട്. ഇവന് എന്ത് പറ്റി? വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും അവൻ ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെന്താ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്? അവൻ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ. അത് ആ വീഡിയോ വന്നില്ലേ, നന്ദുന്റെ മീരയുടെ, അതിന്റെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെട്ടതാ. അതിനിപ്പോ അവൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യം എന്താ? അന്ന് അവിടെ കൂടിയവരുടെ വാക്ക് കേട്ടിട്ട് താലി കെട്ടണ്ടായിരുന്നു മുല്ലേട്ടൻ പറയുന്നത്. അത് നേരാ. നന്ദന്റെ കൂടെ മുരളി ഉണ്ടായിരുന്നെങ്കിലേ അവനീ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. ഇതിപ്പോ നന്ദൻ ഒറ്റയ്ക്കായി പോയില്ലേ. സാരമില്ല, അതുകൊണ്ട് ആർക്കും വലിയ ദോഷമൊന്നുമില്ലല്ലോ. അവരുടെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുവല്ലേ.
എന്തായാലും ബലരാം അങ്കിൾ ഇന്ന് വരുമെന്നാ പറഞ്ഞത്. കേട്ടോ അച്ഛാ, നന്ദന്റെ കാര്യങ്ങൾ ഉടനെ ഉണ്ടാവും. ഒട്ടും താമസിപ്പിക്കണ്ടെന്നാ അങ്കിള് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി ആർഭാടമായിട്ട് കല്യാണം നടത്തിയാലേ ഈ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ പറ്റൂ, അല്ലേ അച്ഛാ? എവൾക്ക് നിന്ന് പറ്റി? ഇന്നലെ മുതൽ മൂഡ് ഔട്ട് ആണല്ലോ. ഒറ്റയ്ക്കുള്ളോ? രണ്ടാളും കൂടി വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പ്ലാനിംഗ് ഒക്കെ അങ്ങനെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡൽഹി ചാർജ് എനിക്കാണല്ലോ. 2 ദിവസം നിന്നിട്ട് പോവാൻ നിർത്തി വന്നതാ. വരാനുള്ള ഒരുക്കത്തിനിടയിൽ ചന്ദ്ര വാഷ്റൂമിലൊന്ന് വീണു. അയ്യോ, എന്നിട്ട്? ഫ്രാക്ചർ ഒന്നുമില്ല, ചെറിയൊരു സ്പ്രെയിൻ കാലിന്. 2 ആഴ്ച ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ഓ, കഷ്ടമായല്ലോ. ചന്ദ്രയ്ക്ക് അവിടെ ആരാ സഹായത്തിന്? ഒരു സെർവന്റ് ഉണ്ട്, പക്ഷെ അത് പോരാ. എനിക്കിന്ന് ഈവനിങ് ഫ്ലൈറ്റിന് മടങ്ങണം, അല്ലെങ്കിൽ ചന്ദ്രയ്ക്കാകെ വിഷമാവും. ബലരാമൻ ഇരിക്കെ, കോഫി എടുക്കാം. ഭാർഗവേ, മീര എവിടെ? ഓഫീസിൽ പോയോ? ഇല്ല, പോവാനുള്ള ഒരുക്കത്തിലാവും. ഇന്നലത്തെ സംഭവത്തിൽ ആളാകെ ഡെസ്പ. കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ആ ഷോക്ക് നാളെ റിലീവ് ആയിട്ടില്ല. നടന്നൊരു ചെറിയ കാര്യമല്ലല്ലോ. 2 ദിവസം കൊണ്ട് ആളുകളോട് സമാധാനം പറഞ്ഞ് പൊറുതിമുട്ടി. ഒടുവിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യില്ല. സിദ്ധുവിന്റെ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആയ ഉടനെ കല്യാണം നടത്തണം. സിദ്ധുവിന്റെ വിശേഷം അറിഞ്ഞല്ലോ അല്ലേ? ഡോക്ടർ വിളിച്ചിരുന്നു. ഇനി ഒട്ടും വൈകാതെ സംസാരിച്ചു തുടങ്ങുമെന്നാ ഡോക്ടർ പറഞ്ഞേ. സിദ്ധു സംസാരിച്ചു തുടങ്ങാൻ കാത്തിരിക്കുക. ഞാൻ എന്നെ കാണാൻ വന്നപ്പോഴാണല്ലോ സിദ്ധുവിന് ആക്സിഡന്റ് ഉണ്ടായേ. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടാ സിദ്ധു ഇവിടെ നിന്ന് പുറപ്പെട്ടെ. ആ യാത്ര ഇങ്ങനെയായി. പറയാനുണ്ടായിരുന്നത് എന്താണെന്നറിയാൻ കാത്തിരിക്കുക ഞാൻ. എന്താ പ്രഭ വല്ലാതായല്ലോ? എന്തു പറ്റി? ഒന്നുമില്ല. വല്ല പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല. ആ സംഭവങ്ങളൊക്കെ ഓർത്തപ്പോ സാരമില്ല. നന്ദൻ എന്ന് പറയുന്നു? ഇന്നലത്തെ സംഭവത്തിൽ അവനും ആകെ അസ്വസ്ഥനാ. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ദേഷ്യോ. അത്രയും വലിയൊരു ക്രൗഡിനോട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എതിർക്കാന്നുള്ളത് ബുദ്ധിയല്ലല്ലോ. പിന്നെ വീഡിയോ വൈറലായതിന്റെ ചമ്മലും ഉണ്ട്. ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കേസുകൾക്കൊക്കെ ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. വേറൊരു ന്യൂസ് വരുമ്പോൾ ആളുകളത് മറക്കും. വിവാഹം നടന്നാ പിന്നെ അതേക്കുറിച്ച് എന്ത് പറയാനാ? അത്രേ ഉള്ളൂ. അതെ, ഞാനത് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിൽ 2 ആൾക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ എന്തു പറയാനാ? താലികെട്ട് കഴിഞ്ഞില്ലേ? അതെ, ഈ ഔദ്യോഗികമായ ചടങ്ങ് നമുക്ക് വലിയൊരു സംഭവമായിട്ട് തന്നെ നടത്തിക്കളയാം. എന്താ? അതെ, അതോടെ എല്ലാ ആരോപണങ്ങൾക്കും ഒരു അവസാനമാവും. മീരയുടെ മുകളിലുണ്ട്. എന്നാ ഞാനൊന്ന് കണ്ടിട്ട് വരാം.
എന്തായിരുന്നു ഇവിടെ? നാടാകെ ഇളക്കി മറിച്ചു കളഞ്ഞല്ലോ മോള്. ഇതെന്താ എന്റെ മോള് കരയാ? മോശം മോശം. എന്റെ മോള് കുറെ കൂടി ബോൾഡാണെന്നാ ഞാൻ കരുതിയേ. ആ സംഭവം കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യമുള്ളേ? അമ്മ വിളിച്ചില്ലേ നിന്നെ? വീണിട്ട് കാലിന് നല്ല പരിക്കുണ്ടോ? സാരില്ല. ചന്ദ്ര ഒറ്റയ്ക്കാക്കിട്ട് എന്തിനാ പോന്നെ? എന്റെ മോളെ ഒന്ന് കാണാൻ ഞാനിന്ന് തന്നെ മടങ്ങും. കൂടെ പോരുന്നോ? കുറച്ചു ദിവസം മാറി നിന്നാലേ ഒന്ന് ഫ്രഷ് ആവും. സമയവും മുഹൂർത്തവും ഒന്നും നോക്കാതെ വിവാഹം നടത്തിയതിൽ വലിയ സങ്കടത്തിൽ അതിന്റെ അമ്മ. വിവാഹോ? അതെങ്ങനെ എന്റെ വിവാഹമാവുന്നേ? കുറെ റാസ്കൽസ് ചുറ്റും നിന്ന് ബഹളം വെച്ചപ്പോ നന്ദൻ ഒരു ചരട് എന്റെ കഴുത്തി കെട്ടി. കെട്ടേണ്ടി വന്നു, അത്രേ ഉള്ളൂ. സാഹചര്യം എന്തായാലും ഇതൊരു താലിയാണ്. അതിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. എന്ത് ഫൂളിഷ്നെസ് അച്ഛനീ പറയുന്നേ? അങ്ങനെ ഒരു സംഭവം നടന്നത് ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. അങ്ങനെയാണോ എന്റെ വിവാഹം നടക്കണ്ടേ? അവിടെ കൂടി അലവലാദികളാണോ ഞാൻ ആരുടെ കൂടെ ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നേ? അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യല്ലേ. അതിന് ആ സംഭവം ഒരു നിമിത്തമായെന്ന് കരുതിയാ മതി. തീരുമാനിച്ചത് നമ്മളല്ല, നിങ്ങളെല്ലാരും കൂടിയാ. എന്റെ സ്റ്റാൻഡ് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നിർത്ത്. നന്ദൻ നിന്റെ കഴുത്തി കെട്ടി ഈ താലിക്ക് ഒരു വിലയില്ലെന്നാണോ? ഇല്ല, ഇതൊരു താലിയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇത് തൊടാൻ അറയ്ക്കുന്ന ഒരു ഇഴജന്തുവിനെ പോലെ എന്റെ കഴുത്തി കിടക്കുന്നത്. ഇത് ഞാൻ പൊട്ടിച്ച് ദൂരെ കളയും. തൊട്ടുപോരുതല്ലേ. എന്തു തന്നെയായാലും ആര് പറഞ്ഞിട്ടായാലും ഇത് നന്ദന്റെ കഴുത്തി കെട്ടിയ താലിയ. ഇതൊഴിക്കാൻ കൈ പൊക്കിയ മോളാണെന്ന് ഞാൻ വിചാരിക്കില്ല. അച്ഛാ, ഇത് ജീവിതകാലം മുഴുവൻ നിന്റെ കഴുത്തി കിടക്കും. നിനക്ക് വിധിച്ചത് നന്ദനാ.